അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ. റംസാനല്ലേ, നമുക്കൊരു ഹെൽത്തിയായ സ്നാക്സ് ഉണ്ടാക്കിയാലോ. അതിന് എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് ഇഞ്ചി, ചെമ്മീനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചെമ്മീൻ വെച്ചാണ്. സവാള കുറച്ച് അരിഞ്ഞിട്ടുണ്ട്, കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി നമുക്കൊന്ന് ചതച്ചെടുക്കണം. ആദ്യം നന്നായിട്ട് നമുക്ക് ചതച്ചിട്ട് വരാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ മതി. അതായത് ഒരു വലിയ സവാളയാണ് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് അത് വഴറ്റിയെടുക്കാൻ വേണ്ടതാണ്. ആദ്യം നമ്മളിത് പേസ്റ്റാക്കിയ പെരിഞ്ചീരകം, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും കൂടെ ആദ്യം നമുക്കിട്ട് നല്ല പെട്ടെന്നൊന്ന് മുരിഞ്ഞ് കിട്ടും. ഇതിൻ്റെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച മണം ഒന്ന് മാറിക്കിട്ടണം. ഇപ്പോൾ തന്നെ കണ്ടല്ലോ, നല്ല മുരിഞ്ഞ് വരെയാണ്. കുറച്ച് കറിവേപ്പില അത് അരിഞ്ഞ് വേണമെങ്കിൽ ഇടാം. ഞാൻ മുഴുവനും ഇട്ട്, ചെറിയ കറിവേപ്പില ആയതുകൊണ്ട് ഞാൻ മുഴുവൻ ഇട്ടത്. വലുതാണെങ്കിൽ നമുക്കത് ചെറുതായിട്ടൊന്ന് മുറിച്ചിടണേ. ഒരു പച്ചമുളക്, ഇത് എരിവ് കൂടിയതാണ്. 1-2 പച്ചമുളക്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് ഇപ്പം തന്നെ. അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു വലിയ സവാള, ചെറുതാണെങ്കിൽ 2 എടുത്തോളൂ, വലുതാണെങ്കിൽ 1 മതി. നന്നായിട്ടൊന്ന് വഴറ്റാം. നമുക്ക് വേണമെങ്കിൽ ഒന്ന് അടച്ചിടാം. ഒരു 2-3 മിനിറ്റ് ഒന്നൊരു അടപ്പ് വെച്ച് അടച്ചിട്ടാലും അത് പെട്ടെന്ന് വഴഞ്ഞ് കിട്ടും. വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചെമ്മീൻ, ഇത് വലിയ ചെമ്മീനാണ്, അതുകൊണ്ട് ഈ 2 ഞാൻ മുറിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ചെറുതാക്കണമെങ്കിലും അങ്ങനെ ആക്കാം. ഞാൻ 2ആയിട്ട് മുറിച്ചിട്ടുള്ളൂ. അതൊന്ന് മിക്സാക്കിയതിന് ശേഷം കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, ഇത് മുളക് പൊടിയാണ് ചേർത്തത്. അത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. എരിവില്ലെങ്കിൽ നല്ല കളറാണ്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് അതിലേക്ക് കുറച്ച് വെള്ളം, ആ മിക്സി കഴുകിയ ഒരു വെള്ളം, ചെമ്മീൻ ചെറുതായിട്ടൊന്ന് വേകാൻ വേണ്ടിയാണ്. ഒന്നോ 2 മിനിറ്റ് നമുക്ക് ഇങ്ങനെ അടച്ച് ഒന്ന് വേവിക്കാം. വെള്ളമൊക്കെ വറ്റി ആ ചെമ്മീൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്ത് ഒരു സാധനം ചേർക്കാനുണ്ട്. കുറച്ച് തേങ്ങയാണ്. തേങ്ങയോട് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഇത് തന്നെയാണ് കറിയായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇങ്ങനെ ചെമ്മീൻ
ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് ചോറിനൂടെയും ചപ്പാത്തിയിലൂടെയൊക്കെ കഴിക്കാം. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയില്ലേ. കുറച്ചുകൂടെ തേങ്ങ കൂടെ ചേർക്കണമെന്ന് എനിക്ക് തോന്നി. ഞാൻ കുറച്ചുകൂടെ തേങ്ങ പിന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് മല്ലിയില. തേങ്ങ ചേർത്ത് ചെമ്മീൻ റെഡിയായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെട്ടി തിളയ്ക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ 1 കപ്പ് മാവിട്ട് അത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ ബാറ്റർ റെഡിയാക്കി ചൂടോടെ തന്നെ നമ്മളത് കുഴച്ചെടുക്കണം കേട്ടോ. വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഇളക്കി ചൂടോടെ തന്നെ ഞാൻ അത് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് നമ്മൾ കൈവെള്ളയിൽ വെച്ച് അതൊന്ന് പരത്തി അതിൻ്റെ അകത്ത് ഇതിൽ നിന്ന് കുറച്ച് ചെമ്മീൻ കൂട്ട് വച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതാക്കിയെടുക്കാം. നമുക്ക് എങ്ങനെയാണ് ഉരുട്ടിയാണെങ്കിലും നീളത്തിലാണെങ്കിലും നമുക്ക് അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് തേങ്ങ ഇടാം. അതിലേക്ക് അത് നമുക്കൊന്ന് അതിൻ്റെ മുകളിൽ വെച്ചൊന്ന് പുരട്ടിയെടുക്കണം. കുറച്ച് അമർത്തി കൊടുത്താൽ മതി. തേങ്ങ വെച്ചിട്ട് കൈ വെച്ചൊന്ന് അമർത്തി ഒരു ഇഡ്ഡലി പാത്രത്തിൽ ഒരു പേപ്പറിട്ട് അതിലേക്ക് നമ്മളിതെല്ലാം നിരത്തി വയ്ക്കുകയാണ്. നല്ല ടേസ്റ്റായിരുന്നു. ഇത് വെന്ത് കിട്ടി. നോമ്പ് തുറക്കുന്ന സമയത്ത് കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെട്ട്, മോനും എല്ലാം ഇഷ്ടപ്പെട്ടു. അത് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നി. ഇനി ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ആവിയിൽ 20 മിനിറ്റ് വേവിച്ച് എടുത്തിട്ടുണ്ട്.